മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി ഇങ്ങനെയുള്ള സബ്ജക്ട്സിലോട്ടൊക്കെ വരുന്നവർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണ്, അതായത് അവർ നോളജ് ഒരുപാട് ഗെയിൻ ചെയ്യുക എന്നത്. അതായത് നോളജ് എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നേടുന്ന അറിവ്, അങ്ങനെ ഒരുപാട് തിയറീസും ഐഡിയോളജീസും അതെല്ലാം ഗെയിൻ ചെയ്ത് വരിക എന്ന് പറയുന്നത് അതൊരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ഒരു മെഡിറ്റേറ്റർ അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് മെഡിറ്റേഷനിലേക്ക് വരുന്ന ആൾക്കാർ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. സോ അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ പോലെ തന്നെ, ഇപ്പം ഞാനൊരു യോഗ സ്റ്റുഡൻ്റ് ആയിരുന്നു കുറച്ച് നാൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഞാനൊരു യോഗ സ്റ്റുഡൻ്റായിട്ട് പഠിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ യോഗയിൽ നമുക്ക് അറിയാമല്ലോ, യോഗയിൽ ധ്യാനം, മെഡിറ്റേഷൻ ഈസ് ഇൻക്ലൂഡഡ് ആണ്. സോ അവിടെ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഞാനവിടെ പഠിച്ചുകൊണ്ട് പറയണം, ഇപ്പോൾ പൊതുവേ ഉള്ള അവിടെ നിന്നല്ല എല്ലായിടത്തും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഈ ബുക്കിഷ് നോളജ് ഗെയിൻ ത്രൂ തിയറീസ്, ബുക്സ്, അതിനൊക്കെ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമ്മൾ ശരിയാണ്, ഇപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് സയൻസ്, ഇപ്പോൾ നമ്മൾ മറ്റുള്ള സയൻസ് അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്ട്സിലുള്ള നോളജ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ബുക്കിഷ് നോളജ് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളിൽ വരുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു സെൽഫ് എക്സ്പീരിയൻസ് ആണ്. സോ അതിൽ നമുക്ക് ആ ഒരു ഔട്ട്സൈഡ് നോളജ് കൊണ്ട് നമുക്ക് അത് ഒരുപാട് പ്രയോജനപ്പെടണം എന്ന് നിർബന്ധമല്ല, ഒട്ടും പ്രയോജനപ്പെടത്തില്ല. സോ മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മളൊരു മെഡിറ്റേഷൻ ടെക്നിക്ക് എടുത്തിട്ട് നമ്മളതിൽ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡീപ്പ് മെഡിറ്റേറ്റർ ആകുക. നമ്മൾ മെഡിറ്റേഷനിൽ ഒരുപാട് ഡെപ്തിലേക്ക് പോവുക. നമ്മുടെ ആ ഒരു പ്രാക്ടീസാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ റെഗുലറായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ഗ്രോ ചെയ്യുക, ഇവോൾവ് ആകുക, നമ്മുടെ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മളിൽ കൊണ്ടുവരാൻ സാധിക്കുക. അതാണ് നമുക്ക് മെഡിറ്റേഷനിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, തിയററ്റിക്കൽ നോളജ് ഗെയിൻ ചെയ്യുക, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ബിക്കോസ് വാട്ട് മാറ്റേഴ്സ് ഇൻ മെഡിറ്റേഷൻ ഈസ് യുവർ ട്രാൻസ്ഫർമേഷൻ. നമ്മളിൽ വരുന്ന ഒരു ട്രാൻസ്ഫർമേഷനാണ് നമുക്ക് മെഡിറ്റേഷൻ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഒരു ട്രാൻസ്ഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡീപ്പ് മെഡിറ്റേറ്റർ ആകണം. നമ്മുടെ മെഡിറ്റേഷൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളിൽ ഉണ്ടാകണം. സോ അതിന് നമ്മൾ റെഗുലറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കത്തുള്ളൂ. അല്ലാതെ കുറേ നോളജ്, ഒരുപാട് പുസ്തകത്തിൽ നിന്നുള്ള നോളജ് കൊണ്ടൊന്നും മെഡിറ്റേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് കാര്യമല്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു PhD സ്കോളർ ആകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാനൊക്കെ പറ്റും. പക്ഷേ അതിലൊന്നും കാര്യമില്ല. വാട്ട് മാറ്റേഴ്സ് ഈസ് നിങ്ങൾക്കൊരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഗ്ലിംസ് ഓഫ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നതിലാണ് നമുക്ക് പ്രസക്തി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ലോങ് ജേർണി ആണ്. മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇറ്റ് ടേക്സ് ഇറ്റ്സ് ടൈം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ടൈം വേണം. അത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല ഒരു മെഡിറ്റേറ്റീവ് ടേസ്റ്റ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, you are willing to do meditation. That's what important in the world of meditation എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് ബുക്കിഷ് നോളജ്, ഒരു സ്കോളർഷിപ്പ് കൊണ്ടൊന്നും വലിയ കാര്യങ്ങളില്ല. ഇറ്റ്സ് ആൻ എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് മെഡിറ്റേഷനിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ മെഡിറ്റേഷൻ അറിയാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ അധികം ബുക്സ് വായിക്കാതെ കൂടുതലും നിങ്ങളുടെ ആ ഒരു മെഡിറ്റേഷൻ്റെ ആ ഒരു ഓതൻറ്റിക് എക്സ്പീരിയൻസിലേക്ക് പോകാൻ സാധിക്കും. സോ ഇനിഷ്യലി നമുക്ക് ഇപ്പോൾ ടെക്നിക്സിനെ കുറിച്ചുള്ള നോളജ് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സ് എടുക്കുന്നു, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കുന്നു, എങ്ങനെ ചെയ്യണം. അപ്പം നമുക്ക് അനുയോജ്യമായ മെഡിറ്റേഷൻ ടെക്നിക്ക് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആ ഇൻസ്ട്രക്ഷനും അത് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് നോളജ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ നോളജ് മാത്രമായിരിക്കില്ല നമുക്ക് മെഡിറ്റേഷനിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം, നമ്മുടെ ഒരു നോയിങ് എന്ന് ആണ് നമ്മൾ പറയുക. നോയിങ് ഇൻ മെഡിറ്റേഷൻ വാട്ട് മാറ്റേഴ്സ് ഈസ് നോയിങ്, നോട്ട് നോളജ്. നോളജും നോയിങ്ങും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. നോളജ് ഈസ് ഓൾവേസ് ഫ്രം ദ ഔട്ട്സൈഡ്, ഫ്രം ബുക്സ്, ഫ്രം ഔട്ട്സൈഡ് പീപ്പിൾ, ഫ്രം ഔട്ട്സൈഡ് ഗുരൂസ്. നോളജ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളാണ്. നോയിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് അസ്. നോയിങ് എന്ന് പറയുന്നത് നമ്മുടെയാണ്. യു നോ സംതിങ്, യു നോ ഇറ്റ് ആസ് ആൻ ഓതൻറ്റിക് എക്സ്പീരിയൻസ് ഓഫ് യുവർ ഓൺ. നമ്മുടെ സബ്ജക്റ്റിവിറ്റിയിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ നമ്മുടെ നോയിങ്, നമ്മൾ ഉണ്ടാകുന്ന അറിവ്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമുക്കുണ്ടാകുന്ന ഒരു അറിവുണ്ടല്ലോ, നമ്മൾ തന്നെ വരുന്ന മാറ്റങ്ങളിലൂടെ നമ്മളെ തന്നെ കൂടുതൽ അറിയുന്നു. അതിനാണ് നോയിങ് എന്ന് പറയുന്നത്. യു നോ അബൌട്ട് യുവർ സെൽഫ്. അതാണല്ലോ ഈ സെൽഫ് റിയലൈസേഷൻ. മെഡിറ്റേഷൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമാണ് സെൽഫ് റിയലൈസേഷൻ, എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ
ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് നോയിങ് ആണ്. അതൊരു നോയിങ്ങിലൂടെ കിട്ടുന്നൊരു സംഭവമാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് നോളജ് അല്ല ഇത്, ഇറ്റ്സ് അബൌട്ട് നോയിങ് ആണ്. സോ ആ നോയിങ് സംഭവിക്കണമെങ്കിൽ യു ഹാവ് ടു ബിക്കം എ ഡീപ്പ് മെഡിറ്റേറ്റർ. നമ്മളിലേക്ക് തന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ അവയർനെസ്, നമ്മുടെ അവബോധത്തെ നമ്മളിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് വാട്ട് മാറ്റേഴ്സ് ഇൻ മെഡിറ്റേഷൻ ഈസ് യുവർ നോയിങ്, യുവർ എക്സ്പീരിയൻസ്. നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനാണ് നമുക്ക് എപ്പോഴും പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് നോളജ് ലേക്ക് നമ്മൾ സ്റ്റക്കായിപ്പോൾ. നോളജ് വേണം, ഒരു ബേസിക് നോളജ് വേണം, എങ്ങനെയാണ് ഒരു ടെക്നിക്ക് ചെയ്യേണ്ടത്, ആ ടെക്നിക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഒരു ടെക്നിക്ക് എങ്ങനെ കണ്ടെത്തണം, അങ്ങനെയുള്ള ബേസിക് നോളജ് ഉണ്ട്. പക്ഷേ ചില ആൾക്കാരുടെ കുഴപ്പമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അതായത് ഇങ്ങനെ വായനയിലൂടെ മാത്രം, വായനയിലുള്ള അറിവ്, അങ്ങനെ വായനയിലൂടെ എല്ലാം കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ പൊതുവേ മനുഷ്യർക്കുണ്ട്. സോ മെഡിറ്റേഷനിൽ അങ്ങനെയല്ല. വായന നിൽക്കുന്നിടത്താണ് ശരിക്കും, അതായത് പുറമേയിൽ നിന്നുള്ള അറിവുകൾ നിൽക്കുന്നിടത്ത്, പുറത്തു നിന്നുള്ള അറിവുകൾ, ബുക്കിഷ് നോളജ് ഒന്നും നേടാൻ കഴിയുന്നില്ല, നമ്മളിലൂടെ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നില്ല എന്ന് നമ്മളൊരു മനസ്സിലാക്കുമ്പോൾ, എന്നൊരു ബോധ്യം വരുമ്പോഴാണ് പൊതുവേ എല്ലാവരും മെഡിറ്റേഷനിലേക്കോട്ട് തിരിയുക. യു നീഡ് സംതിങ് ഫ്രം യുവർ ഓൺ. നമ്മളിൽ നിന്നൊരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ, നമ്മളിൽ തന്നെ ഒരു നോയിങ്, നമ്മളിൽ നിന്ന് തന്നെ എന്തോ നമുക്ക് നേടാനുണ്ട്, എന്തോ അറിയാനുണ്ട്. ആ ഒരു അറിവിനെ, നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു അറിവിനെ തേടിയുള്ള ഒരു യാത്രയാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ജേണി വിത്തിൻ. ആ ഒരു ജേണിയാണ്, ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു വില്ലിങ്നെസ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് വാട്ട് മാറ്റേഴ്സ് ഇൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഓൾവേസ് റിമെമ്പർ ദിസ്. ഇതൊരു കോമൺ മിസ്റ്റേക്കാണ് ആൾക്കാർ നോളജിന് പുറകെ, ബുക്കിഷ് നോളജിന് പുറകെ പോവുക എന്ന് പറയുന്നത്. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. Thank you for watching.